നമ്മളോടൊപ്പം എം പ്രശാന്ത് മാധ്യമപ്രവർത്തകൻ കൂടി ചേരുകയാണ്. ശ്രീ എം പ്രശാന്ത്, ഈ ഹരിയാന സീറ്റ് കോഴയ്ക്ക് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നും സമാനമായിട്ടുള്ള ആരോപണം കെ.സി. വേണുഗോപാലിനെതിരെ ഉയരുകയാണ്. തമിഴ്നാട്ടിലെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ഹസീന സെയ്ദ്. എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? തീർച്ചയായും, അതായത് കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പും ഉയർന്നു വന്നിട്ടുണ്ട്. ഹരിയാനയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്നു. സമാനമായ ആരോപണം കെ.സി. വേണുഗോപാലിനെതിരെ വന്നിട്ടുണ്ട്. അതായത് പണം വാങ്ങി ഇറ്റ് വിൽക്കുക, അതാണ് കെ.സി. വേണുഗോപാലിനെതിരെ ഉയരുന്ന മുഖ്യ ആരോപണം. അറിയാം, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പല സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ കേരളത്തിൽ ദീർഘകാലമായി കോൺഗ്രസ് ഭരണത്തിലില്ല, കേന്ദ്രത്തിലും ഭരണത്തിലില്ല. അപ്പോ ആ നിലയിൽ ഭരണത്തിലിരുന്നു കൊണ്ടുള്ള അഴിമതികൾക്ക് സാധ്യത ഇല്ലെന്നിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസിന് സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഈ സീറ്റ് വിൽപ്പനയിലൂടെ പണം സമ്പാദിക്കുക എന്ന മാർഗത്തിലേക്ക് ഈ കോൺഗ്രസ് നേതാക്കൾ തിരിയുന്നത്. അത് കെ.സി. വേണുഗോപാലിനെതിരെ മാത്രമല്ല, മറ്റൊരു മുതിർന്ന നേതാവ് വയനാട് എം.പി കൂടിയായ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഉയർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ PA-മാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇത് ഹരിയാനയിൽ നിന്നും മറ്റുമൊക്കെ ചിത്രങ്ങളടക്കമുള്ള തെളിവുകൾ നമ്മുടെ മുമ്പാകെ എത്തിയിട്ടുണ്ട്. അപ്പോ സംഭവിക്കുന്നത് വെച്ചാൽ അവർക്ക് താല്പര്യപ്പെട്ട ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നു. ഒന്നുകിൽ അതിന് പണമാണ് മാനദണ്ഡം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സൗഹൃദങ്ങളും മറ്റുമാണ് മാനദണ്ഡം. അപ്പോൾ അർഹതപ്പെട്ടവർ തഴയപ്പെടുന്ന ഒരു സ്ഥിതി പല സംസ്ഥാനങ്ങളിലും ഇന്ന് കോൺഗ്രസ് അഭിമുഖീകരിക്കുകയാണ്. ബീഹാറിൽ ഈ അടുത്തയിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സമാനമായ സീറ്റ് കോഴ ആരോപണം ഉയർന്നിരുന്നു. അന്ന് ഡൽഹിയിൽ സീറ്റ് ചർച്ചകൾ നടത്തി തിരിച്ച് ബീഹാറിലേക്ക് മടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ, സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെ പട്ന വിമാനത്താവളത്തിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഈ സീറ്റ് കോഴ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായി. അന്ന് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമുക്ക് കാണാനായത്. അത് തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി കോൺഗ്രസിന് മാത്രമല്ല സംഭവിച്ചത്, കോൺഗ്രസ് കൂടി ഭാഗമായ RJD നയിക്കുന്ന മഹാസഖ്യത്തിന് ഒരു വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നതിന് അതും ഒരു കാരണമായി മാറി. ഇങ്ങനെ ഈ നേതാക്കൾ നടത്തുന്ന ഈ സീറ്റ് കോഴയും മറ്റും കോൺഗ്രസിനെ മാത്രമല്ല, കോൺഗ്രസിന് ഒപ്പം നിൽക്കുന്ന അവരുടെ സഖ്യത്തിൽ മത്സരിക്കുന്ന പാർട്ടികളുടെ കൂടി സാധ്യതകളെ ബാധിക്കുന്നു എന്നതാണ് ഏറെ ദുഃഖകരമായ അവസ്ഥ. നമുക്കറിയാം, കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി കോൺഗ്രസ് വിജയിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന സംസ്ഥാനമായിരുന്നു ഹരിയാന. കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാന കോൺഗ്രസ് നിശ്ചയമായും ജയിക്കുമെന്നാണ് എല്ലാ അഭിപ്രായ സർവേകളും ഒക്കെ വന്നത്. പക്ഷെ ഫലം വന്നപ്പോൾ അവിടെ BJP ജയിക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ ആ പരിശോധന എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്യുമ്പോഴാണ് അതിനൊരു കാരണമായി ഈ സീറ്റ് കോഴ കൂടി മാറുന്നത്. കെ.സി. വേണു മറ്റും താല്പര്യപ്പെട്ട ജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ പല സീറ്റുകളിലും മത്സരിക്കുന്നു. അവരൊക്കെ ദയനീയമായി തോറ്റുപോകുന്നു. ഇപ്പോൾ ഡൽഹിക്കടുത്തുള്ള ഒരു ഹരിയാനയിലെ ഒരു നിയമസഭാ മണ്ഡലം, അവിടെ ഈ പറഞ്ഞ കെ.സി. വേണുഗോപാൽ താല്പര്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അവർ മത്സരിച്ചു. അപ്പോൾ അതിനെതിരെ അവിടെ നേരത്തെ മത്സരിച്ച് MLA ജയിച്ചിട്ടുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഒരു വനിതാ കോൺഗ്രസ് നേതാവ്, അവര് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും രംഗത്ത് വരികയും അവർ വിമതയായി മത്സരിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മത്സരിച്ച വനിതാ സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്തേക്ക്, വെറും 8000 വോട്ടുമായി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ വിമതയെ മത്സരിച്ച കോൺഗ്രസ് നേതാവ്, വനിതാ നേതാവ്, അവർ 2ാമതെത്തുന്ന സ്ഥിതിയുണ്ടായി. അപ്പൊ ഇത്തരം കാഴ്ചയാണ് ഹരിയാനയിലെ പല മണ്ഡലങ്ങളിലും ഉണ്ടായത്. അത് ഹരിയാനയിലെ ദയനീയ തോൽവിക്ക് കാരണമായി. ഇപ്പൊ മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നു. പക്ഷെ തൊട്ട് പിന്നാലെ വന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ദയനീയമായി തകരുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനാണ് ഏറ്റവും വലിയ തകർച്ച നേരിട്ടത്. അപ്പൊ അവിടെയും ഈ പറയുന്ന സീറ്റ് കോഴ ആരോപണങ്ങൾ നേതാക്കൾക്കെതിരെ ഉയർന്നതാണ്. ബീഹാർ മറ്റൊരു ഉദാഹരണം. ബീഹാറിൽ ഈ പറഞ്ഞ പോലെ ദയനീയമായ തോൽവി കോൺഗ്രസ് 60 കോൺഗ്രസ് ബീഹാറിൽ മത്സരിച്ചത്. കേവലം 6 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ജയിക്കാനായത്. അപ്പൊ കോൺഗ്രസിന്റെ ഈ ദയനീയ പരാജയം കൂടി ആ ഒരു മുന്നിൽ തന്നെ മുക്കിത്താഴ്ത്തുന്ന ഒരു സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ഈ നേതാക്കൾക്കാർക്കും ഒഴിഞ്ഞില്ല. ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുരുതരങ്ങൾ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിരന്തരം ഒന്നിന് പിന്നാലെ ഒന്നായി ഉയർന്നു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും സംഘടനയ്ക്കുള്ളിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ 5 സംസ്ഥാനങ്ങൾ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, കേരളം അടക്കം. ഇവിടെയും കൂടി കോൺഗ്രസിന്റെ പ്രകടനം ഒരു മോശമാകുന്ന സ്ഥിതി വന്നാൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിനെയും എത്രനാൾ കെ.സി. വേണുഗോപാലിനെ സംരക്ഷിച്ചു നിർത്താൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സാധിക്കുമെന്ന ഗൗരവമേറിയ ചോദ്യമാണ് ഉയരുന്നത്. തീർച്ചയായും ശ്രീ പ്രശാന്ത്, ഈ രാഷ്ട്രീയത്തെ അതിനെ ഒരു കച്ചവട താല്പര്യത്തോടു കൂടി കാണുന്ന കോൺഗ്രസിന്റെ ഒരു പ്രവണത കൂടിയാണ് തുറന്നു കാട്ടപ്പെടുന്നത്. അതും കെ.സി. വേണുഗോപാലിനെ പോലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന പദവികൾ വഹിക്കുന്ന, വളരെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് നിരന്തരമായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നതും, അല്ലേ? തീർച്ചയായും ഈ കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും വളരെ കൗതുകത്തോടെയും
എന്താ പറയാ സംശയത്തോടെയുമാണ് കെ സി വേണുഗോപാലിന്റെ സംഘടനയ്ക്കുള്ള ഈ വളർച്ചയെ നോക്കിക്കാണുന്നത്. എങ്ങനെ ഇങ്ങനെ ഒരാൾ ഇത്ര പ്രധാനപ്പെട്ട ഒരു ചുമതല നൽകാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനിക്കുന്നു എന്ന വലിയ ചോദ്യമാണ് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉയരുന്നത്. കാരണം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നാൽ ആ പാർട്ടിയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയാണ്. അത് ഇന്ത്യയിലെ ആകെ രാഷ്ട്രീയ സാഹചര്യം അറിയുന്ന ഒരു മുതിർന്ന നേതാവ് വഹിക്കേണ്ട ഒരു പദവിയാണത്. അവിടെയാണ് കെ സി വേണുഗോപാലിനെ പോലെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാവാത്ത ഹിന്ദി ഭാഷയിൽ പോലും പ്രാവീണ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് അത്തരമൊരു സ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം തുടർച്ചയായി തെരഞ്ഞെടുപ്പ് തോൽവികൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുകയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം തുടർച്ചയായി തോൽവികൾ നേരിടുകയാണ്. എനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രമാണ് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ദയനീയമായി തകർന്നടിയുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനെ തുടർ തോൽവികൾ സംഭവിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഇദ്ദേഹത്തെ തന്നെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നു എന്ന ഗൗരവമുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് വന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന കോഴയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയത്തെ ഈ പറയുന്ന അഴിമതിക്കുള്ള ഒരു മറയായി ഇവർ ഉപയോഗിക്കുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ധാർമ്മികമായി പോലും ആ സ്ഥാനത്ത് തുടരാൻ കെ സി വേണുഗോപാലിന് അർഹതയില്ലാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും രാഹുലിന്റെയും പ്രിയങ്കയുടെയും മറ്റും സന്ദർശനത്തിൽ കെ സി വേണുഗോപാൽ തുടരുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളും അതൃപ്തരായി മാറുകയാണ്. മണിശങ്കർ അയ്യരെ പോലുള്ള കോൺഗ്രസ് നേതാവ് അടുത്തിടെ പറഞ്ഞ വിമർശനം, കേരളത്തിൽ എത്തിയപ്പോൾ പറഞ്ഞ വിമർശനം നമുക്കറിയാം. കെ സി വേണുഗോപാലിനെ പോലുള്ള ഗുണ്ടാ നേതാക്കളാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നതെന്ന ഗുരുതര ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇപ്പോൾ അസമിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ലോക്സഭാ MP ആയിരുന്നു, പ്രദ്യുത് ബർദലോയി എന്ന് പറയുന്നത്, ദീർഘനാൾ അസമിൽ മന്ത്രിയായിരുന്നു, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അടക്കമുള്ള ഉന്നത സമിതികളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം സമീപകാലത്ത് രാജിവെച്ച് അദ്ദേഹം BJP പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പൊ അദ്ദേഹം ആക്ഷേപിക്കുന്നതും ശരിക്കും BJPയുടെ ഏജന്റ് എന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ് എന്ന ആക്ഷേപമാണ് അദ്ദേഹത്തെ പോലുള്ള നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. BJPയുടെ ഒരു ഏജന്റാണ് കെ സി വേണുഗോപാൽ. അദ്ദേഹമാണ് ഈ പറയുന്ന ഹൈക്കമാൻഡിനെ നിയന്ത്രിക്കുന്നത്. അത് BJPക്ക് പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ നേട്ടമുണ്ടാവാൻ, തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാവാൻ അത് കാരണമാവുന്നു എന്നൊരു ഗുരുതര ആരോപണവും കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളേക്ക് എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ പ്രതിരോധിക്കും വരും ദിവസങ്ങളിലെ പ്രധാന ചോദ്യം. വളരെ നന്ദി ശ്രീ M പ്രശാന്ത് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.